ആര് വിളിച്ചാലും നിങ്ങൾക്ക് രാത്രിക്കും പകരം ഏത് സമയത്തും വിളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു ബിസിനസ്സുകാരുണ്ടോ ലോകത്ത്? ഈ കേരളത്തിലുണ്ടോ? ഇതെന്തിനാ പോലീസ് ഇങ്ങനെ പെറുക്കി കൊണ്ടുപോകണം ഇയാൾ? അകത്തായൊക്കെ ബുദ്ധിമുട്ടുകൾ. ഡോക്ടർ കാർഡിയോളജിക്ക് വേണ്ടി ഇതിനു വേണ്ടി എഴുതി വെച്ച റിപ്പോർട്ട് അടക്കം കൊണ്ടുപോയെന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത്. എന്തിനാ ഇയാളെ പെറുക്കി കൊണ്ടുപോകേണ്ട ആവശ്യം എന്താ? ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ, ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. കോടതി ആയിക്കോട്ടെ, മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എന്താ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്താ സമ്മാനം പറയും? ജുഡീഷ്യൽ സമ്മാനം പറയോ? ഇതൊരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ അധിപനല്ലേ? സാധാരണക്കാരനാണ് അയാൾ. നമ്മൾ നിങ്ങളെമാര് സാധാരണക്കാരനാണോ? അയാളൊരു പ്രസ്ഥാനത്തിൻ്റെ അധിപനാണ്, സാധാരണക്കാരനല്ല അയാൾ. അത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന, ലക്ഷക്കണക്കിന് ആൾക്കാരെ ചേർത്ത് പിടിക്കുന്ന, ഒരു ദിവസം കൈക്കൂമ്പിളി കൊണ്ടെടുക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ. അയാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലും ഒപ്പം നിൽക്കണ്ടേ? ഇതെന്തിനങ്ങനെ ഇങ്ങനെ ഒരു വലിയൊരു പ്രയാസം നിങ്ങളെ ഭാഗത്തുനിന്നും? അത് തന്നെ ഇന്നലെ 3 ദിവസമായില്ല നിങ്ങളെല്ലാവരും പാടെ ഇങ്ങനെ പൊതിയുന്നത്. അനങ്ങാൻ സമ്മതിക്കുന്നുണ്ടോ? കടന്നുറങ്ങാൻ സമ്മതിക്കുന്നുണ്ടോ? ആലോചിക്കണ്ട നിങ്ങളൊക്കെ. ഇതെന്ത് കോടതിയിൽ അറിയിക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അറിയിക്കണം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല, ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. ഇതിനെക്കോട്ടെ നാട്ടിലൊരു പ്രസ്ഥാനമല്ലേ, ഒരു ഇതില്ലേ, പ്രസ്ഥാനങ്ങൾ, ഒരു ഭരണകൂടമല്ലേ? ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന സാധനങ്ങളൊന്നുമല്ല. ഇതിനൊക്കെ എന്തൊരു പ്രത്യേകത അത് ആ രീതിയിൽ നിയമപരമായിട്ട് നേരിടും. ഇത് അങ്ങനത്തെ ഒരാളാണോ ബോച്ചെ? നിങ്ങൾ പറയ്. ഇത്രയും മീഡിയക്കാരില്ലേ? ഒരു നോട്ടീസ് 7 കൊല്ലത്തിന് ശിക്ഷ കിട്ടുന്ന ഒരു സാധനം, അതിൻ്റെ താഴേക്ക് പിന്നെ ശിക്ഷ കിട്ടുന്ന ഒരു സാധനം നോട്ടീസ് കൊടുത്താൽ 35